നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാൻ നമ്മൾ ആദ്യം ഒരു തീപിടുത്തത്തിന്റെ വാർത്തയിലേക്കാണ്. എറണാകുളം പെരുമ്പാവൂർ നഗരത്തിൽ വൻ തീപിടുത്തം. മുടിക്കൽ സ്വദേശി സക്കീർ ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള മിൽ സ്റ്റോറിനാണ് തീപിടിച്ചത്. മിൽ സ്റ്റോറിലെ മുഴുവൻ ഉപകരണങ്ങളും കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചെയ്തു. ശ്രീകാന്ത്, എപ്പോഴായിരുന്നു തീപിടുത്തം? ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണോ? തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? ഈ പെരുമ്പാവൂർ നഗരത്തിൽ വലിയ തീപിടുത്തം ഒരു കട കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. മുടിക്കൽ സ്വദേശി സക്കീർ ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള മിൽ സ്റ്റോറിനാണ് തീപിടിച്ചത്. പെരുമ്പാവൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഈ സ്ഥാപനമുള്ളത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം ആദ്യഘട്ടം മുതൽ നടത്തിയപ്പോൾ അത് ഏതാണ്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. മിൽ സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന മിഷനറികൾ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അല്പം മുമ്പാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന് സ്ഥലത്തേക്ക് എത്താനും തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഏർപ്പെടാനും സാധിച്ചു. എന്താണ് തീപിടുത്തത്തിനുള്ള കാരണം എന്ന് വ്യക്തമല്ല. ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലും സമീപത്തും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ശ്രീകാന്ത്, ഈ തൊട്ടടുത്തൊക്കെ കടകളുണ്ടെന്ന് പറയുന്നു. തീ അങ്ങോട്ടൊന്നും പടർന്നിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തീപിടുത്തത്തിന് കാരണമായത് എന്തെന്ന് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഈ മിൽ സ്റ്റോറൊക്കെ അത്യാവശ്യം ലൈസൻസും മറ്റ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് തന്നെ പ്രവർത്തിക്കുന്ന കേന്ദ്രമായിരിക്കുമല്ലോ. ഈ ഘട്ടത്തിൽ എന്താണ് കാരണം എന്ന് വ്യക്തമല്ല. ഇപ്പോൾ ഈ തീ പിടിച്ച് അത് അണയ്ക്കുന്ന നടപടികൾ അവസാനിക്കുന്നതേയുള്ളൂ. അതിനുശേഷം മാത്രമേ ഇതിന്റെ കാരണം എന്ത് എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. ഷോർട്ട് സർക്യൂട്ട് ആണോ മറ്റെന്തെങ്കിലും കാരണം അതിലുണ്ടോ എന്നുള്ളത് ഇനി വേണം പരിശോധിച്ച ശേഷം വേണം അറിയാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത്, എന്താണ് കാരണം എന്ന് വ്യക്തമായിട്ടില്ല. അത് തീ അണച്ചതിന് ശേഷം, അത് പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഫയർഫോഴ്സ് കടക്കുക. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. തീ നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന ആശ്വാസ വാർത്ത കൂടി അവിടെ നിന്ന് വരുന്നു. മറ്റു വാർത്തകളിലേക്കാണ്. പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരണത്തിന് ഇന്ത്യയും അമേരിക്കയും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ധാരണ. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ലഭ്യമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായുള്ള വ്യാപാരം ഈ വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റായ F-35S ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതിരോധ മുന്നൊരുക്കങ്ങൾക്ക് അമേരിക്കയ്ക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വിട്ടുനൽകുന്നതിനുള്ള നയം US വിലയിരുത്തും. പ്രതിരോധ രംഗത്ത് പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായി 10 വർഷത്തെ പദ്ധതി തയ്യാറാക്കാനുള്ള കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും വ്യക്തമാക്കി. C-130J സൂപ്പർ ഹെർക്കുലീസ് യുദ്ധവിമാനം, C-17 ഗ്ലോബ്സ്റ്റാർ 3 സൈനിക യാത്രാ വിമാനം, ഹർപൂൺ ആന്റിഷിപ്പ് മിസൈൽ അടക്കം ഇന്ത്യക്ക് ലഭ്യമാക്കുമെന്ന് പ്രസ്താവനയിൽ ഇരു നേതാക്കളും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒത്തുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിനിടെ അദാനിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിലെ അദാനിക്കെതിരായി കൈക്കൂലി കേസ് ട്രംപുമായി ചർച്ച ചെയ്തോ എന്നതായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. 2 രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തികളെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. I ask whether you discussed at all today the case of Gautam Adani, who's one of the wealthiest men in Asia and perceived as an ally of Prime Minister Modi. Prime Minister Modi, have you asked the President to take action on that case? ഇതായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ഇങ്ങനെ: भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक परिवार मानते हैं. हर भारतीय को मैं अपना मानता हूं. दूसरी बात है, ऐसे व्यक्तिगत मामलों के लिए 2 देश के मुखिया न मिलते हैं, न बैठते हैं, न बात करते हैं. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. വസുധൈവ കുടുംബകം എന്നതാണ് ഞങ്ങളുടെ സംസ്കാരം. ലോകമാകെ ഒരു കുടുംബമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ഇന്ത്യക്കാരും എന്റെ സ്വന്തമാണെങ്കിലും 2 പ്രമുഖ രാജ്യങ്ങളുടെ നേതാക്കൾ സംസാരിക്കുമ്പോൾ വ്യക്തികളെപ്പറ്റി സംസാരിക്കാറില്ല. ഇതായിരുന്നു മോദി പറഞ്ഞത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ സർക്കാരിന് കീഴിലെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ് ഗൗതം അദാനിക്കെതിരെ 2100 കോടി രൂപയുടെ കൈക്കൂലിക്കുറ്റം ചുമത്തിയത്. സോളർ ഊർജ്ജ കരാറുകൾ ലഭിക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അദാനി കൈക്കൂലി വാഗ്ദാനം ചെയ്തെന്നാരോപിച്ചായിരുന്നു നടപടി.
US ബാങ്കുകളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും അദാനി ഗ്രൂപ്പ് പണം സമാഹരിച്ചിരുന്നു. എന്നാൽ കേസിനാസ്പദമായ നിയമം ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ മരവിപ്പിച്ചിരുന്നു. റിസർച്ച് ഡെസ്ക് 24. പുണ്യ റമദാനിലേക്ക് കടക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പെരുന്നാൾ സമ്മാനങ്ങളും മറ്റു സാധനങ്ങളും അയക്കാനായി എത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുവെന്ന GCCയിലെ പ്രമുഖ കാർഗോ കമ്പനി ABC കാർഗോ 1 കിലോഗ്രാം മുതലുള്ള പാക്കേജുകൾ അയക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. പ്രിയപ്പെട്ടവർക്കരികിലേക്ക് നേരിട്ടെത്താനായില്ലെങ്കിലും അവർക്കുള്ള സമ്മാനങ്ങളെങ്കിലും എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നതാണ് ഓരോ പ്രവാസിയുടെയും സ്വപ്നം. അതിനാൽ തന്നെ വലിയ തിരക്കാണ് ബ്രാഞ്ചുകളിൽ അനുഭവപ്പെടുന്നതെന്ന് ABC മാനേജ്മെന്റ് അറിയിച്ചു. തീർച്ചയായും റമദാൻ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ തന്നെയാണ്. ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആകുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് അവർ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ്സുകൾ അയക്കും. ആ ഗിഫ്റ്റ്സുകൾ അയക്കാൻ വേണ്ടിയിട്ടാണ് ABC ഉള്ളത്. ഈ റമദാൻ അതുപോലെ തന്നെ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യം എന്താണോ ആ ആവശ്യം മനസ്സിലാക്കിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഉദ്ദേശിക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിന് ഒരു ദിവസം മുന്നേ അവരുടെ സാധനങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയും. എല്ലാ വർഷത്തെയും പോലെ ABC കാർഗോ റമദാൻ സ്പെഷ്യൽ ഓഫർ പ്രഖ്യാപിച്ചതോടുകൂടി കൂടുതൽ ആളുകൾ സാധനങ്ങളുമായി വിവിധ ബ്രാഞ്ചുകളിൽ എത്തുന്നുണ്ട്. 1 കിലോഗ്രാം മുതലുള്ള പാക്കേജുകൾ അയക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. കാർഗോ ആൻഡ് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള കമ്പനിയായ ABC കാർഗോയ്ക്ക് 1000-ലധികം ജീവനക്കാരും വിപുലമായ വാഹന സൗകര്യവുമുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കാർഗോ സേവനങ്ങൾ എത്തിക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങളും കമ്പനി ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രാദേശിക ഡെലിവറിക്കായി എക്സ്പ്രസ് ഡൊമസ്റ്റിക് സേവനങ്ങളും ലഭ്യമാണ്. സെയിം ഡേ ഡെലിവറീസ് ആണ്, നെക്സ്റ്റ് ഡേ ഡെലിവറീസ്, വിത്തിൻ 2 hours ഡെലിവറീസ്, ബുള്ളറ്റ് സർവീസ്. ഈ കാറ്റഗറി അനുസരിച്ചാണ് ഞങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് ഓരോ ദിവസവും ചെയ്തത്. കോളുകൾ ഞങ്ങൾക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൂടാണ്ട് ഈ കോളുകൾക്കും കസ്റ്റമേഴ്സിൻ്റെ കൺവീനിയൻ്റ് അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ദുബൈ, അബുദാബി, അലൈൻ എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ഡെലിവറി അതിവേഗം ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉപഭോക്താക്കളുടെ ആവശ്യം പരിഗണിച്ച് രാത്രി വൈകിയും ABC കാർഗോയുടെ എല്ലാ ബ്രാഞ്ചുകളും പ്രവർത്തന സജ്ജമാണെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ആരാധനയ്ക്കായി തുറന്നുകൊടുത്ത 1 വർഷത്തിനകം അബുദാബി BAPS ഹിന്ദു മന്ദിറിൽ 20 വിവാഹങ്ങളും 35 കമ്മ്യൂണിറ്റി പരിപാടികളും 1000-ലേറെ ഹൈന്ദവ ആചാര പരിപാടികളും നടന്ന ക്ഷേത്രം വക്താവ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 14-നാണ് ക്ഷേത്രം ആരാധനയ്ക്കായി തുറന്നുകൊടുത്തത്. ഇതിനകം മതസൗഹാർദ്ദ സംവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും സമുദായ ഏകീകരണം വളർത്തുന്നതിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ക്ഷേത്രം. ഏകത്വം, വൈവിധ്യം, ഐക്യം എന്നിവ ആഘോഷിക്കാൻ കഴിഞ്ഞ ജനുവരിയിൽ 20-ലധികം എംബസികളിൽ നിന്നുള്ള ഡിഫൻസ് അറ്റാച്ചമാരാണ് ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചത്. 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ വിവാഹങ്ങൾ, ആചാരങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്ക് ക്ഷേത്രം ആതിഥേയത്വം വഹിക്കുമെന്നും ക്ഷേത്രം വക്താവ് പറഞ്ഞു. അബുദാബിയിൽ വാഹനം നിർത്തിയിട്ട് ഉള്ളിലിരുന്നാലും പാർക്കിംഗ് ഫീസ് നിർബന്ധമെന്ന് അധികൃതർ. പാർക്കിംഗ് മേഖലകളിൽ വാഹനം നിർത്തിയ ശേഷം ഡ്രൈവർ അകത്തിരിക്കുന്നതും പാർക്കിംഗ് ഫീസ് നൽകാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. മവാക്കിഫ് പാർക്കിംഗ് സംവിധാനങ്ങളുടെയാണ് പാർക്ക് ഫീസ് ഈടാക്കുക. സ്റ്റാൻഡേർഡ് പാർക്കിംഗ്, പ്രീമിയം പാർക്കിംഗ് എന്നിവ 2 തരം പാർക്കിംഗ് ആണ് നിലവിലുള്ളത്. സ്റ്റാൻഡേർഡ് പാർക്കിംഗിന് മണിക്കൂറിൽ 2 ദിർഹമും 24 മണിക്കൂർ നേരത്തേക്ക് 15 ദിർഹവുമാണ് ഫീസ്. മണിക്കൂറിന് 3 ദിർഹമാണ് പ്രീമിയം പാർക്കിംഗ് ഫീസ്. പുണ്യനഗരമായ മദീനയിൽ ലുലു എക്സ്പ്രസ് സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. ഹറം പള്ളിയുടെ സമീപത്താണ് സൗദിയിലെ 66ാമത്തെ ശാഖ പ്രവർത്തിക്കുന്നത്. പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും കൂടുതൽ ബ്രാഞ്ചുകൾ തുറക്കുമെന്ന് MA യൂസുഫ് അലി പറഞ്ഞു. വിശുദ്ധ നഗരമായ മക്കയ്ക്കു പിന്നാലെ മദീനയിലും സാന്നിധ്യം അറിയിക്കുകയാണ് ലുലു ഗ്രൂപ്പ്. ഹജുംറ തീർത്ഥാടകരുടെ കൂടി സൗകര്യം കണക്കിലെടുത്ത് മദീനയിലെ മസ്ജിദ് നബവി പള്ളിയുടെ തൊട്ടടുത്താണ് ആഗോള നിലവാരത്തിൽ പുതിയ ലുലു എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ചത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി, ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എന്നിവരുടെ സാന്നിധ്യത്തിൽ മദീന ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ മാസിൻ ബിൻ ഇബ്രാഹിം റജബ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗദിയിൽ 100 ശാഖകൾ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതോടൊപ്പം മദീനയിൽ 3 പുതിയ പദ്ധതികൾ ഉൾപ്പെടെ പുണ്യനഗരങ്ങളിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കുമെന്ന് MA യൂസുഫ് അലി പറഞ്ഞു. ഇത് ഞങ്ങളുടെ 251ാമത്തെയും സൗദി അറേബ്യയിലെ 66ാമത്തെയും ഷോപ്പാണ്. ഞങ്ങൾ മക്കയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് അടുത്ത മാസം ആരംഭിക്കും. പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 100 ഷോപ്പ് സൗദി അറേബ്യ എന്നുള്ളതിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മദീനയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് എക്സലൻസി പറഞ്ഞ മാതിരി ഇൻഡസ്ട്രികൾ ഇപ്പോൾ ഡേറ്റ്സ്, അതുപോലെ ചോക്ലേറ്റ് ഇൻഡസ്ട്രി, അജ്വ, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് മദീനയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. അതൊക്കെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അത് കൊണ്ടുപോകാം. മദീനയിൽ നിന്നുള്ള
ഈ മദീനയിലെ തന്നെ പ്രൊഡക്റ്റ് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകാം. മദീനയുടെ സ്വന്തം ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫ്രഷ് ഫുഡ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ മദീനയിലെത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകും. ഇന്ത്യ സൗദി വ്യാപാര ബന്ധം കൂടുതൽ വളർച്ച കൈവരിക്കുന്നതിൽ ലുലു ഗ്രൂപ്പ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാനും കോൺസൽ ജനറലും പറഞ്ഞു. Our Indian business is already doing so well in this part of the world, especially in the Kingdom of Saudi Arabia. We couldn't be more proud, and we'll always be there to support Lulu Group and other businesses. ഹറംപള്ളിയുടെ 309, 310 ഗേറ്റുകൾക്ക് ഏതാണ്ട് എതിർവശത്താണ് നഗരത്തിലെ ആദ്യത്തെ ലുലു ശാഖയുള്ളത്. 20,000-ലേറെ ചതുരശ്രയടിയാണ് വിസ്തൃതി. രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ സ്റ്റോർ പ്രവർത്തിക്കും. മദീനയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. തൃശൂർ ചാലക്കുടി പോട്ടയിൽ വൻ ബാങ്ക് കൊള്ള. ജീവനക്കാരെ കത്തികാട്ടി ബന്ദികളാക്കി 15 ലക്ഷം രൂപ കവർന്നു. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലായിരുന്നു മോഷണം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു സംഭവം. സ്കൂട്ടറിൽ കയ്യുറകളും ഹെൽമറ്റും ജാക്കറ്റും ധരിച്ചെത്തിയ മോഷ്ടാവ് പൊടുന്നനെ ബാങ്കിലേക്ക് ഇരച്ചു കയറി. ഭക്ഷണ ഇടവേള ആയതിനാൽ ഭൂരിഭാഗം ജീവനക്കാരും ഭക്ഷണമുറിയിലായിരുന്നു. ബാങ്ക് മാനേജർ ഉൾപ്പെടെ 2 പേർ മാത്രമായിരുന്നു പുറത്തുണ്ടായിരുന്നത്. ഇവരെ മോഷ്ടാവ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. ഭക്ഷണം കഴിക്കുന്ന മുറിയിലേക്കാക്കി വാതിൽ പുറത്തു നിന്നും പൂട്ടി. ശേഷം ക്യാഷ് കൗണ്ടറിലെത്തിയ മോഷ്ടാവ് കൗണ്ടർ പൊളിച്ച് പണം കവർന്നു. കൗണ്ടറിൽ 45 ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും 5 ലക്ഷം വീതമുള്ള 3 കെട്ടുകളാണ് മോഷ്ടാവ് കവർന്നത്. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ അവർ കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നതാണ്. ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന 47 ലക്ഷം ഓപ്പണായിട്ട് കാണാം, ബണ്ടിൽസ്. അതിൽ നിന്ന് 3 ബണ്ടിൽ മാത്രം എടുത്ത് ആണ് പോയിരിക്കുന്നത്. തൃശൂർ റൂറൽ എസ് പി ഉൾപ്പെടെയുള്ള വൻ പോലീസ് സംഘം ബാങ്കിലെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. മോഷ്ടാവ് ഹെൽമറ്റ് വെച്ച് കയ്യുറ ധരിച്ചതിനാൽ ജീവനക്കാർക്കും പോലീസിനും ആളെ തിരിച്ചറിയാനായിട്ടില്ല. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. മോഷണശേഷം മോഷ്ടാവ് എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അയാളുടെ ഫേസ് ഇല്ല. അയാൾ ഹിന്ദി സംസാരിക്കുന്നവരെല്ലാം മലയാളികളല്ലാത്തവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അത് ഒരു പക്ഷേ മിസ്ലീഡിങ്ങും ആവാം. അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യമേ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് പോകുന്നതിനകത്ത് അർത്ഥമില്ല. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ, ദേശീയപാത എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച ചാലക്കുടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബാങ്കിനെ കുറിച്ച് വ്യക്തമായ മുൻപരിചയമുള്ള വ്യക്തിയാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. ചാലക്കുടിയിൽ നിന്ന് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങിൽ കോളേജ് പ്രിൻസിപ്പാളിനെയും അസിസ്റ്റന്റ് പ്രൊഫസറെയും സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പൽ പ്രൊഫസർ സുരേഖ AT, അസിസ്റ്റന്റ് വാർഡിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് P മാണി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും ചേർന്നു. ഉമേഷ്, അത്രയും വലിയ ക്രൂരത നടന്നിട്ട് ഒന്നും അറിഞ്ഞില്ലെന്നും പരാതി കിട്ടാൻ വൈകിയെന്നുമൊക്കെയുള്ള വല്ലാത്ത ന്യായീകരണമായിരുന്നു കോളേജ് അധികൃതർ നൽകിയിരുന്നത്. ഇപ്പോൾ ഇതാ ഇവർക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിൽ നടപടി വന്നിരിക്കുന്നു. സസ്പെൻഷൻ, എന്താണ് വിശദാംശം? ഇന്ന് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചാണ് 2 സസ്പെൻഷൻ ഉടനടി നടപ്പാക്കിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ പ്രൊഫസർ P.A. സുലേഖ, കൂടാതെ അസിസ്റ്റന്റ് വാർഡിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് P മാണി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇത് കൂടാതെ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റണം, ജീവനക്കാരെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റണമെന്നുള്ള നിർദ്ദേശവും ആരോഗ്യമന്ത്രി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സെക്യൂരിറ്റിയെയും പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി ഉണ്ടാകും. പറഞ്ഞു. സിനിമാ തർക്കത്തിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച നടൻ മോഹൻലാൽ സുരേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച താരസംഘടന അമ്മയെ രംഗത്തെത്തി. അതേസമയം G. സുരേഷ് കുമാറിനെ നവമാധ്യമങ്ങൾ വഴി ചോദ്യം ചെയ്തത് തെറ്റാണെന്നാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. നമുക്ക് എന്നും സിനിമയ്ക്കൊപ്പം നിൽക്കാം എന്ന കുറിപ്പോടെയാണ് മോഹൻലാൽ പോസ്റ്റ് പങ്കുവച്ചത്. സിനിമാ സമരവുമായി ബന്ധപ്പെട്ട സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിനെതിരെ ആന്റണി പെരുമ്പാവൂരിന്റെ പരസ്യ പ്രതികരണമാണ് പോസ്റ്റിലെ ഉള്ളടക്കം. സമരപ്രഖ്യാപനത്തിന് ആരാണ് G. സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചത്. വാർത്താ സമ്മേളനത്തിൽ താരസംഘടനയ്ക്കെതിരായി സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിച്ച് അസോസിയേഷൻ മാപ്പ് പറയണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു. ഇത്രയും ദിവസവും ഈ അമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയാണ്, ഒരു സിനിമ ഫ്രട്ടേണിറ്റിയാണ്, അതിനകത്ത് നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ ശരിയല്ല എന്ന്. പക്ഷേ ഇതിപ്പോൾ അതിര് കടന്നിരിക്കുകയാണ്.
ഇതിനകത്ത് വന്നിട്ട് സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നു അമ്മ നാഥനില്ല കളരി. എന്ത് നാഥനില്ല കളരി എന്നേ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ മലയാളത്തിലെ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവർ കടത്തിലാണ്, അവർക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ 1 കോടി രൂപ കടം കൊടുത്തത് ഈ അമ്മ അസോസിയേഷനാണ്. ജി സുരേഷ് കുമാറിനെ രൂക്ഷമായി വിമർശിച്ച നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് മറുപടിയുമായി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തി. ജി സുരേഷ് കുമാർ പറഞ്ഞതെല്ലാം സംഘടനാ തീരുമാനങ്ങളാണ്. ക്ഷണിച്ചിട്ടും യോഗത്തിന് പങ്കെടുക്കാതെ നവമാധ്യമങ്ങൾ വഴി ജി സുരേഷ് കുമാറിനെ ചോദ്യം ചെയ്തത് തെറ്റ്. ആന്റണി പെരുമ്പാവൂരിന്റെ നിലപാടുകൾ അനുചിതമാണെന്നും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം സിനിമാ മേഖലയിൽ സമരത്തിന്റെ സാഹചര്യമില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സമരം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു കത്ത് 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ട ഒരു കത്ത് ശ്രീ സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം നമുക്ക് തന്നിട്ടുണ്ട്. അത് പരിശോധിക്കാനായിട്ട് നമ്മുടെ ഡയറക്ടർക്കും അതുപോലെ തന്നെ സെക്രട്ടറിക്കും കൊടുത്തിട്ടുണ്ട്. സമരത്തിൽ നിലപാട് മാറ്റമില്ലെന്ന് പറയുമ്പോഴും ഫിയോക്ക്, ഫെഫ്ക അടക്കമുള്ള മറ്റ് സംഘടനകളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. 24 കൊച്ചി. പെരുമ്പാവൂർ നഗരത്തിൽ വൻ തീപിടുത്തം. മൂടിക്കൽ സ്വദേശി സക്കീർ ഹുസൈന്റെ ഉടമസ്ഥയുള്ള മിൽ സ്റ്റോറിനാണ് തീപിടിച്ചത്. സ്ഥാപനത്തിന്റെ മുകൾ നിലയിലെ ഗോഡൌണിലാണ് തീപിടിച്ചത്. മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരാതെ തടയാനുള്ള ശ്രമങ്ങൾ അഗ്നിരക്ഷാസേന തുടരുകയാണ്. ശ്രീകാന്ത് കൊച്ചിൻ ചെയ്യുന്നു. ശ്രീകാന്ത്, തീ അണയ്ക്കൽ പൂർത്തിയായോ? തീ നിയന്ത്രണ വിധേയമായോ? സുഹൈല്, കരുതിയതിലും വലിയ തീപിടുത്തമാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇടയ്ക്ക് ഈ മിൽ സ്റ്റോറിലെ തീ ഒരു പരിധി വരെ കെടുത്താൻ സാധിച്ചെങ്കിലും തൊട്ടടുത്ത കടകളിലേക്ക് ഇത് പടർന്നു പിടിക്കുകയായിരുന്നു. മിൽ സ്റ്റോർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് താഴെയും തൊട്ട് സമീപത്തും ഒക്കെയായി തന്നെ പഴയ കെട്ടിടങ്ങളാണുള്ളത്. അവിടേക്കൊക്കെ തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. 7 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്തെത്തി ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ചും ഇതുവരെയും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. മറ്റിടങ്ങളിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട്. ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, വലിയ തീപിടുത്തമാണ് നഗരത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശ്രീകാന്താണ് വിശദാംശം നൽകിയത്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ അഗ്നിരക്ഷാസേന തുടരുകയാണ്. സമീപത്തെ കടകളിലേക്ക് കൂടി ചെറിയ തോതിൽ തീ പടർന്നിട്ടുണ്ടെന്ന് ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ അത് ഊർജിതമായി ഫയർഫോഴ്സ് തുടരുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി 529.5 കോടി രൂപയുടെ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനം സമർപ്പിച്ച 16 പ്രൊജക്ടുകൾക്കാണ് വായ്പയായി തുക അനുവദിച്ചത്. ഈ സാമ്പത്തിക വർഷം തന്നെ ചെലവഴിക്കണമെന്ന നിബന്ധനയോടെയാണ് തുക നൽകിയത്. 1.5 മാസം കൊണ്ട് ചെലവഴിക്കുന്നത് അപ്രായോഗികമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതികരിച്ചു. 24 ബിഗ് ബ്രേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിന് 2000 കോടി രൂപയുടെ സഹായം പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിനാണ് 529.5 കോടി രൂപയുടെ വായ്പ ലഭിച്ചത്. സർക്കാർ തയ്യാറാക്കി സമർപ്പിച്ച 16 പ്രൊജക്ടുകൾ തന്നെയാണ് വായ്പയായിട്ടാണെങ്കിലും പണം അനുവദിച്ചത്. സഹായം ലഭിക്കുന്ന പദ്ധതികൾക്ക് തുല്യമായ മറ്റു പദ്ധതികൾ പാടില്ല എന്നീ നിബന്ധനകളോടെയാണ് കേന്ദ്ര സർക്കാർ വായ്പ നൽകിയിരിക്കുന്നത്. മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചത്. മൂലധന നിക്ഷേപ സ്കീമിലെ വായ്പകൾക്ക് പലിശയില്ല. 50 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഈ മാസം 11-നാണ് വായ്പാ സഹായം അനുവദിച്ച് കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാന ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. 24 പുറത്തുവിട്ട വാർത്തയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതികരിച്ചു. ഇത്രയും തുക മാർച്ച് 31-നകം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സാധാരണ നിങ്ങൾക്കെല്ലാം ഊഹിക്കാം എത്ര ചെറിയൊരു തുകയായപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ യൂസി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ടൗൺഷിപ്പിലെ പൊതുകെട്ടിടങ്ങളുടെ നിർമ്മാണം, റോഡുകളും പാലങ്ങളും നിർമ്മിക്കൽ, ദുരന്ത മേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ, സ്കൂൾ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയ 16 പദ്ധതികൾക്കാണ് വായ്പാ സഹായം ലഭിച്ചിരിക്കുന്നത്. മുണ്ടക്കൈയിലെ സർക്കാർ LP സ്കൂളിന് സമീപത്തെ 8-ാം നമ്പർ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ചെലവൊഴികെ മറ്റെല്ലാ പദ്ധതികൾക്കും മുഴുവൻ തുകയും ലഭിച്ചു. സഹായം വായ്പയാക്കിയതിനെ കോൺഗ്രസ് വിമർശിച്ചു. ഞങ്ങൾ വായ്പയായി കുറേ വർഷം അങ്ങ് നീട്ടിപ്പിടിച്ച് വായ്പ തരാം എന്നുള്ളതാണ്. അത് ഫെഡറലിസത്തിന് യോജിക്കുന്നതല്ല. അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്തിരിക്കുന്ന ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ്. വായ്പയാണെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്ത് ലഭിക്കുന്ന പ്രധാന സഹായമാണിത്. എന്നാൽ സമഗ്ര പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം ആവശ്യപ്പെടുന്ന തുക ഇനിയും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. വിപുലീകരിച്ച മെറാൾഡ ജ്വൽസ് കോഴിക്കോട് ഷോറൂം റീലോഞ്ച് ഞായറാഴ്ച നടക്കുമെന്ന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ജലീൽ ഇടത്തിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 16 വൈകിട്ട് 4:30 മെറാൾഡ ജ്വൽസിന്റെ ബ്രാൻഡ് അംബാസിഡർ മൃണാൾ ഠാക്കൂർ ഉദ്ഘാടനം ചെയ്യും.
ആസ്റ്റർ ബിംസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആസാദ് മൂപ്പൻ പങ്കെടുക്കും. 8000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ആസ്ഥാന ഓഫീസ് സമുച്ചയം കൂടി ഉൾപ്പെടുന്നതാണ് കെട്ടിടം. ഗ്രൗണ്ട് ഫ്ലോറിൽ ആഭരണ വിൽപ്പനയ്ക്കായി മാത്രം വിശാല സൗകര്യമുണ്ട്. ഡിസൈനർ ആന്റിക്, ഡയമണ്ട്, പോൾക്കി, ജെംസ്റ്റോൺസ്, കിഡ്സ് കളക്ഷൻ, പ്ലാറ്റിനം തുടങ്ങിയ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ MD മുഹമ്മദ് ജസീൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് ഷാനിൽ, ഡയറക്ടർ ലബീബ്, സ്റ്റോർ ഹെഡ് സനൂബിയ, ഡയമണ്ട് ആൻഡ് ജെംസ്റ്റോൺ ഹെഡ് തമീം അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.